ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ അത് കണ്ട ശേഷം ഇന്നത്തെ ക്ലാസ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 9ലെ 8th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, then 8th question, what happen when you start to add up hexagonal numbers, that is take 1 plus 7, 1 plus 7 plus 19, 1 plus 7 plus 19 plus 37, etc. Which sequence do you get? Can you explain it using a picture of a cube? Okay. അപ്പോൾ എന്താണ് ഹെക്സഗണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഹെക്സഗണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്, അത് ക്യൂബിൻ്റെ പിക്ചർ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഹെക്സഗണൽ നമ്പേഴ്സ് Hexagonal numbers are 1, 7, 19, then 37, 61, etc. Okay. Then ഇതിനെ ഓരോ നമ്പേഴ്സും ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യണം. ആദ്യത്തെ 1 നമ്മൾ അതുപോലെ തന്നെ എഴുതി 1 ഈക്വൽ ടു 1 എന്ന് തന്നെ കൊടുക്കാം. ദെൻ 1ഉം അടുത്ത രണ്ട് നമ്പേഴ്സ് 1ഉം 7ഉം ആഡ് ചെയ്യുക. ദെൻ 1 plus 7 is 8. Then അടുത്ത നമ്പർ ആഡ് ചെയ്യുമ്പോൾ 1 plus 7 plus 19 ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 27. Then അടുത്ത 1 plus 7 plus 19 plus 37 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 64. ഓക്കെ അല്ലേ? അപ്പോൾ 1 എന്ന് പറയുന്നത് നമുക്ക് 1ൻ്റെ ക്യൂബായിട്ട് തന്നെ എഴുതാം. 1ൻ്റെ ക്യൂബാണ് 1. ദെൻ 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ്. ദെൻ 27 എന്ന് പറയുന്നത് 3 ക്യൂബാണ്. ദെൻ 64 എന്ന് പറയുന്നത് 4 ക്യൂബ്. അതായത് 4നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3യെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27. 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം, ദ സീക്വൻസ് ഈസ് ഏതൊക്കെയാ, 1, 8, 27, 64, എക്സെട്ര എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിനെ ക്യൂബിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനകത്ത് ഇവിടെ ഒരു ക്യൂബ് തന്നിട്ടുണ്ട്. ഈ ക്യൂബിനെയാണ് ഇവിടെ ഈ ബബിൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഞാൻ ഈ ക്യൂബിൻ്റെ പുറത്തുകൂടെ ഞാനൊന്ന് ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര സൈഡായി, 1, 2, 3, 4, 5, 6 സൈഡ്. അപ്പോൾ ക്യൂബ് എന്ന് പറയുന്നത് ഒരു 6 സൈഡഡ് ഷേപ്പാണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക. ആദ്യം നമുക്ക് ഈ റെഡ് ഡോട്ട്സ് ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അതായത് ഇവിടുത്തെ യെല്ലോയാണ് ഇവിടെ മിഡിലിൽ കൊടുത്തിട്ടുള്ള ഈ യെല്ലോ എന്ന് പറയുന്നത്. ദെൻ സൈഡ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതിപ്പോൾ എന്തായി, ക്യൂബ് ഫോമായി അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഹെക്സഗണൽ നമ്പേഴ്സിനെ ഒരു ക്യൂബ് ഷേപ്പിൽ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കിട്ടിയ സീക്വൻസ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് വന്നത് 1 ആണ്. 1ന് നമുക്ക് ഒരു ക്യൂബ് തന്നെ മതി. അപ്പോൾ ഞാനിവിടെ ക്യൂബ്സ് വരച്ചിട്ടുണ്ട്. ഇവിടെ 1 ആണ്, ഇത് 1 ക്യൂബ്. ദെൻ ഇത് 2 ക്യൂബാണ്. 2 ക്യൂബ് 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് ഇവിടെ 1, 2, ഈ സൈഡ് 1, 2. ഇനി ഹൈറ്റ് നോക്കുകയാണെങ്കിലും 1, 2. ഓക്കെ അല്ലേ? ഇത് 3 ക്യൂബാണ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3യെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 3 ഇൻറ്റു 3 നമുക്കിവിടെ നോക്കാം. ഇവിടെ 1, 2, 3. ഓക്കെ, ദെൻ 1, 2, 3. ഇനി ഹൈറ്റ് നോക്കുകയാണെങ്കിലും 1, 2, 3, അതായത് ലെങ്തും ബ്രെഡ്ത്തും എല്ലാം ഈക്വൽ ആയിട്ട് വരും. ഇതുപോലെ കൂട്ടുകാർ 64 കൂടെ വരയ്ക്കുക. അതായത് ഒരു സൈഡിൽ എത്ര സ്ക്വയേഴ്സ് വരണം, 4 സ്ക്വയേഴ്സ് വരുന്ന രീതിയിൽ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 സ്ക്വയേഴ്സ് ഉണ്ട്. അതായത് 3യുടെ സ്ക്വയർ ആണ് അല്ലേ? അവിടെ ഒരു ഫേസിൽ 3 സ്ക്വയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ അടുത്ത് 64 വരയ്ക്കുമ്പോൾ ഇവിടെ 4 വരുന്ന രീതിയിൽ കൂട്ടുകാരൊന്ന് വരച്ച് നോക്കുക.
ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.